രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. ഇന്നും നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പാലക്കാട് MLA അതല്ല ഉദ്ദേശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. ഇന്നും എന്താണ് നടപടി? ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിൻ്റെ പിന്നാലെ ഓടുകയാണ്. എന്തിനാണ് ഈ ഓട്ടം? അദ്ദേഹം UDFന്റെ MLA ആണ്. താൽക്കാലികമായ നടപടിയാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിയുടെ നടപടിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് UDFന്റെ MLA ആണ്. അദ്ദേഹത്തെ അതെ ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി. അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല. ഇല്ല, ഞാൻ പറയാം, അത് പറയാം. അതായത് സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥികളാണ്. MLAക്ക് സസ്പെൻഷനിലായ MLAക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. CPMന്റെ മുന്നേ MLA വന്ന് അഭിവാദ്യം അർപ്പിച്ചൊരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു. അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും പാർട്ടിക്കാരും സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അത് സ്വീകരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോണുകളിൽ അസ്വസ്ഥതയുള്ളത്? എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടിയും ഈ സമൂഹത്തിലുണ്ടോ? നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ? അല്ല, അത് രാഹുലിൻ്റെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം അദ്ദേഹത്തിന് നിഷേധിക്കാതിരിക്കാം. എൻ്റെ സ്വഭാവമായിരിക്കില്ല തങ്കപ്പൻ്റെ സ്വഭാവം. തങ്കപ്പൻ്റെ സ്വഭാവമാവില്ല C ചന്ദ്രൻ്റെ സ്വഭാവം. എന്തെങ്കിലും കേട്ടാൽ അതിൻ്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല. അപ്പോൾ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നുകൊണ്ടും സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മുഴുവൻ രാഹുലിൻ്റെ കാര്യങ്ങൾ വ്യക്തിപരമായ നോക്കിൽ നമ്മുടെ ജോലിയല്ല. പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. UDF അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോളിട്ടു, സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ പോയി നോക്കുക, അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. BJPയുടെ RSSന്റെ നേതാക്കന്മാരാവാം, CPMന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവിടെ ആർക്ക് വേണേ വരാലോ. ഇപ്പം അവിടെ MLA പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് MLA പോയി? എന്തൊരു ആരോപണം അത്! വിചിത്രമായ കാര്യങ്ങളാണ്. നിങ്ങൾ അതിനുവേണ്ടി സമയം കളയണ്ട. ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിനെതിരായിട്ടാണ്. ഈ പാലക്കാട്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം, സുരക്ഷിതമായി ജീവിക്കണം. അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യം കൊണ്ട് ഉയർത്തുന്നത് അഴിമതിക്കും ദുർഭരണത്തിനുമെതിരാണ്. അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെയാണ്. ഇതിനുവേണ്ടി ഒരു വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല. നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം, അത് ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുക.